ഇരിട്ടി മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആയുർ ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് 2ാം ബാച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനം വേദനായാംശ്ച നിഗ്രഹ ഏതദ് വൈദ്യവൈദ്യത്വം ന വൈദ്യപ്രഭുരായുഷഃ എന്നൊരു മന്ത്രം പണ്ട് എൻ്റെ നാട്ടിലെ പാരമ്പര്യ വൈദ്യനായ കുഞ്ഞിപ്പള്ളി വൈദ്യർ എനിക്ക് എഴുതി തന്നിരുന്നു. ഞാനത് അന്ന് പഠിച്ച കുറേ വർഷമായി പഠിച്ചിട്ട് ഞാനതിപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തെടുത്തു. വ്യാധേയ തത്വവിജ്ഞാനം, രോഗത്തിനെ കുറിച്ചിട്ടുള്ള തത്വജ്ഞാനം അറിയും. വേദനായാംശ്ച നിഗ്രഹ, വേദനയെ ഇല്ലാതാക്കുക. അപ്പോഴാണ് ഒരു വൈദ്യന്റെ വൈദ്യത്വം ഉണ്ടാവും. ഒരു വൈദ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഡോക്ടർ എന്ന് പറയുന്ന തന്നെ വൈദ്യത്വം ഉണ്ടാകുക. ന വൈദ്യപ്രഭുരായുഷ, ഒരു വൈദ്യരും ആയുസിന്റെ പ്രഭുവല്ല. ആയുസ് കൂട്ടിക്കൊടുക്കാൻ, ആയുസ് നിശ്ചയിച്ചതിന് നേരത്തെ ആയി രോഗം കൊണ്ട് ഇല്ലാതായി പോകാൻ സാധ്യതയുള്ളതിനെ തടയാൻ പറ്റുമെന്നല്ലാതെ ഒരു നിശ്ചിത പ്രായത്തിൽ അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ എന്താണ് രോഗചികിത്സയുടെ പ്രധാനപ്പെട്ട ദൗത്യം? മരണം വരെ സുഖമായി ജീവിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകളില്ലാതെ മരണം വരെ സുഖമായി ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ആ മാർഗങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും എന്നാൽ ഇന്നും വളരെ ഫലപ്രദവുമായിരിക്കുന്ന ഒരു മാർഗമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദത്തിന്റെ മഹത്വം ഞാൻ പലയിടങ്ങളിലും പ്രസംഗിക്കാറുണ്ട്. എന്താണെന്ന് അറിയണം, നമ്മുടെ പുതിയ മോഡേൺ മെഡിസിൻ വന്നത് കെമിസ്ട്രി വികസിച്ചതോടുകൂടിയാണ്. മരുന്നുകൾ ഉണ്ടായത് മെൻഡലിയേഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും, എന്താണ് ഓക്സിജൻ, എന്താ ഹൈഡ്രജൻ, എന്താ നൈട്രജൻ, എന്താണ് സൾഫർ, എന്താണ് കാർബൺ എന്നൊക്കെ ഉള്ളതിനെ പറ്റി കൃത്യമായ ധാരണയും അതിന്റെ അമ്ലഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തി ഇത് ബാക്ടീരിയക്ക് മറുമരുന്നാണോ അല്ല ഫംഗസിന് പറ്റിയതാണോ ബാക്ടീരിയക്ക് പറ്റിയതാണോ എന്നുള്ള ഗവേഷണങ്ങളാണ് ഈ ലോകത്ത് ആധുനിക മോഡേൺ മെഡിസിൻ, നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പ്, ടെസ്റ്റ് ട്യൂബ്, ഫണല്, അതുപോലെ ലാബ്, ഇതൊക്കെ വേണം. എന്നാൽ ഇതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ്, ഏതാണ്ട് 1500 കൊല്ലം മുമ്പ്, ഒരു ലാബും ഇല്ല, മൈക്രോസ്കോപ്പും ഇല്ല, മെൻഡലിയേഫിന്റെ പട്ടികയില്ല, ഒന്നുമില്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടിലെ ചെടികളുടെയും വള്ളികളുടെയും പുല്ലിന്റെയും മരത്തിന്റെയും ഇലയും തൊലിയും വേരും തണ്ടും പൂവും കായും വായിട്ട് ചവച്ചരച്ച് നോക്കിയിട്ടാണ് ഇത് അമ്ലഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് ഇത് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് അതിനെ കൂട്ടിച്ചേർത്തിട്ടും അതിനെ പ്രോസസ് ചെയ്തിട്ടും അതിനെ തിളപ്പിച്ചിട്ടും തണുപ്പിച്ചിട്ടും ഉണക്കിയിട്ടും അരച്ചിട്ടും ആയിരക്കണക്കിന് കഷായങ്ങളും അരിഷ്ടങ്ങളും ഗുളികകളും തൈലങ്ങളും വടകങ്ങളും ലേപനങ്ങളും ലേഹ്യങ്ങളും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സംജീവനിയും അതൊരു ചെറിയ ബുദ്ധിയാണ്. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ആയുഷ് ക്ഷേത്രയുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ആരംഭിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ആയുഷ് ക്ഷേത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഡോക്ടേഴ്സും മറ്റു സ്റ്റാഫും എല്ലാം വന്ന് മാടത്തിൽ പള്ളിയിലെ വികാരി അച്ഛൻ ആണ് ആ പരിപാടി ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം ഇവിടെ അദ്ദേഹം പ്രാർത്ഥിച്ച് നിർവഹിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ തിരി തെളിയിച്ച് നമ്മൾ 1ാം ബാച്ച് ആരംഭിച്ചു. അത് വിജയകരമായി പൂർത്തിയാക്കി. ആ ബാച്ച് ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ഈ പഠിക്കാൻ വന്ന 36 കുട്ടികൾ, അന്ന് ഫസ്റ്റ് ബാച്ചിൽ വന്ന 36 കുട്ടികൾ, 36 കുട്ടികൾക്കും ജോലി നൽകുമെന്ന് ഡോക്ടർ ഷിനോയ് രാജൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പോലും അത്
പൂർണ്ണമായും ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി ലഭിക്കുമെന്ന് എനിക്ക് പോലും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഈ നാട്ടിലെ വലിയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉയരങ്ങളിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് പോകാൻ സാധിക്കാത്ത സാധാരണക്കാരായ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കണമെന്ന് നമ്മളെല്ലാം ആലോചിച്ചതും ആയുഷ് ക്ഷേത്രയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ് രാജനുമായും അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടുമെല്ലാം ഞങ്ങൾ പലവട്ടം ആലപ്പുഴയിലും അതുപോലെ തന്നെ ഇവരുടെ എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റൽ അറിയപ്പെടുന്ന ഹോസ്പിറ്റലാണ്. ആ ലേക്ക് ഷോറിന്റെ ഒരു ഫ്ലോർ മുഴുവൻ ആയുഷ് ക്ഷേത്രയുടെ ഒരു ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന്റെ ഒരു ഫ്ലോർ മുഴുവൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ. പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ മുഖ്യാതിഥിയായി. ആയുർ ക്ഷേത്ര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ്, എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയറക്ടർ MT ജെയിംസ്, ഡോക്ടർ മീര മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു.